നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. ആ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബഹുമാന്യനായ PC ജോസ് സാറാണ്. നമസ്കാരം, എൻ്റെ പേര് PC ജോസ്, ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. കൂടാതെ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യമായ സോഷ്യലിസം രാജ്യത്ത് നടപ്പിൽ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടുത്തെ അഴിമതിയുടെ പ്രധാന കാരണം അടിത്തറയില്ലാതെ കെട്ടിപ്പൊക്കിയ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ആ ഉയർച്ച മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനകരമാവുകയുള്ളൂ. ഭരണഘടനയിൽ അധിഷ്ഠിതമല്ലാത്ത എല്ലാ ഉയർച്ചയും അത് അഴിമതിക്കാരിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതാണ് നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, വേണ്ടുവോളം സമ്പത്തുണ്ട്. ഈ സമ്പത്ത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ അനുഭവയോഗ്യമായി തീരണം എന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39(b)യും (c)യും 75 വർഷമായിട്ടും നടപ്പിൽ വരുത്തിയിട്ടില്ല. ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം 1992 ഞാൻ ആന്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടി ഒരു റിട്ടൊക്കെ ഫയൽ ചെയ്തായിരുന്നു. പക്ഷെ ആ റിട്ട് അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ തള്ളിക്കളഞ്ഞാൽ. അപ്പൊ അത് ജുഡീഷ്യറിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന്റെ ഭാഗത്തുനിന്നോ മിനിസ്ട്രിയൽ ഭാഗത്തുനിന്നോ അതൊരു സാധുത ഇല്ലാതെ കണ്ട് ഞാൻ ആ സംരംഭം അന്ന് അവസാനിപ്പിച്ചു. അതിനുശേഷം 2015 കൂടി ഈ ഫേസ്ബുക്കിൽ ഇപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കമന്റ്സ് ഇട്ടിരുന്നു. ഒരു പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഏകീകൃത പെൻഷൻ കിട്ടാനായിട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 പ്രകാരം അതിനകത്ത് അവകാശമുണ്ടെന്നും അത് നിയമമാക്കി നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്വം മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിനും എക്സിക്യൂട്ടീവ്സിനും ജുഡീഷ്യറിക്കും ഉണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടെങ്കിൽ തന്നെയും 2018 ഇത് ഏറ്റെടുത്തുകൊണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള 2 പേര് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ളൊരു രൂപം കൊടുക്കുകയും ഞാൻ വളരെ സന്തോഷിക്കുകയും ചെയ്തു. കാരണം നമുക്ക് ഇതിങ്ങനെ ഒരു പ്രസ്ഥാനം, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനം ജനങ്ങളുടെ സഹകരണത്തോട് വരികയാണെങ്കിൽ ഇതൊക്കെ വേഗം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവരത് പോയതൊരു രാഷ്ട്രീയ ലെവലിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. രാഷ്ട്രീയ പാർട്ടികളെ തല്ലിക്കൂട്ടുന്നതുമാതിരിയുള്ള രീതിയിലാണ് പോയത്. പക്ഷെ അതുകൊണ്ട് ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് തോന്നിയില്ല. കാരണം ഇന്ന് നിലവിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ ആശയം, ഒരു 10,000 രൂപ വെച്ച് എല്ലാവർക്കും ഒരേ രീതിയിൽ പെൻഷൻ കൊടുക്കുക, 60 വയസ്സ് കഴിഞ്ഞുള്ള ആശയം നടപ്പിൽ വന്നാൽ എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കും. അതിന് ഇന്നത്തെ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റോ എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ ജുഡീഷ്യറോ അതിന് അംഗീകരിക്കുന്നില്ല. അപ്പൊ അംഗീകരിക്കാത്ത അവസ്ഥയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇതിന്റെ അകത്ത് കയറിപ്പറ്റിയിട്ടുള്ള പലരും വക്കീലന്മാരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വക്കീലന്മാരെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഈ ബ്രിട്ടീഷ് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. അവർക്ക് ഒരിക്കലും ഈ നമ്മളുടെ ഭരണഘടനാപരമായ ഈ ആശയത്തെ നടപ്പിൽ വരുത്തണമെന്നൊരു താല്പര്യം ഉണ്ടാകില്ല. താല്പര്യം ഇല്ലെന്ന് മാത്രമല്ല, അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അവർക്ക് കുറച്ച് കേസ് കിട്ടണം, അവർക്ക് ഉപജീവന മാർഗത്തിനോ അതിനുള്ള ഇത് കിട്ടണം. അങ്ങനെ അതല്ലാതെ ഇതുപോലെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ധാരണയില്ല, അതിന് അറിവില്ലെന്ന് തോന്നും. അങ്ങനെ അറിവുണ്ടെങ്കിൽ തന്നെയും അവർ അറിവില്ല എന്ന് നടിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ട് ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ ആശയം മുന്നോട്ട് പോകില്ല. ഞാൻ ഈ ഭരണഘടനാ പരമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 1990 തൊട്ട് ആന്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നായിരുന്നു ആദ്യം അതിന്റെ പേര്. അതിനുശേഷം ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇന്റർനാഷണൽ ഉള്ള പേരിൽ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം അത് തന്നെ ആ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇന്റർനാഷണൽ സംഘടന HRA തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഭരണഘടനാ കോടതി സ്ഥാപിക്കുകയും അതിലൂടെ നമ്മൾ ഈ ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും മിനിസ്ട്രിയൽ വിഭാഗത്തിനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന മാതിരി ഈ ആശയം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കില്ല. കാരണം ഈ അഴിമതിയുടെ കൂത്തരംഗമാണ്. അപ്പോ അതിന് അഴിമതിക്കാർക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് അവർക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാകില്ല. എങ്ങനെയെങ്കിലും ജനങ്ങളെ കഷ്ടപ്പെടുത്തി ടാക്സും മറ്റൊന്നും വർദ്ധിപ്പിച്ച് കഷ്ടപ്പെടുത്തി അതിൽ നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളക്കൂറുണ്ടാക്കി അവർ ഇലക്ഷനെ ഫേസ് ചെയ്തുകൊണ്ട് അവർ അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴിമതി ഇത്ര ഭയങ്കരമായ രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭരണഘടനാ കോടതിയെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരും പോലീസും എക്സിക്യൂട്ടീവ്സും മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങളെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പുറകിലായതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ അഴിമതിക്ക് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത്. അപ്പൊ അവരുടെ പുറകിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജുഡീഷ്യറിയിൽ നല്ല ഉദ്യോഗസ്ഥന്മാർക്കും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും മറ്റുള്ള അവർ തന്നെ നല്ല നല്ല മന്ത്രിമാരും MLA മാർക്കൊന്നും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല.
അപ്പൊ നമുക്കിപ്പോ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് നമ്മളൊരു ഭരണഘടനാ കോടതി സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫ്യൂച്ചറിൽ നമ്മളൊരു 120 വർഷം അല്ലെങ്കിൽ 190 വർഷത്തോളം നമ്മൾ പാടുപെട്ടതിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയിൽ 41ാം വകുപ്പ് പറയുമ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ഇതുവരെ പ്രാവർത്തികമായില്ലെന്ന് മാത്രമല്ല, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്ററി വിഭാഗമാണ് ഉള്ളത്. ഉദാഹരണത്തിന് തന്നെ സമ്പത്തൊരിക്കലും കുന്നുകൂടാൻ പാടില്ല, സമ്പത്ത് എല്ലാ പ്രജകൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ ആക്കി തീർക്കണമെന്ന് പറയുന്ന ഭരണഘടനയിലെ 39(b)യും (c)യും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ ഇവിടുത്തെ 90% പ്രശ്നങ്ങൾ തീരും. അതുപോലെ തന്നെ 47ാം വകുപ്പ് പറയുന്നത് എന്താണ്? മദ്യം മരുന്നില്ലാതെ ഉപയോഗിക്കരുത്, സമീകൃത ആഹാരം ജനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് സർവീസിന്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശബ്ദം ഉയരണം. എങ്ങനെ ശബ്ദം ഉയർത്തും? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ പോയി നിന്ന് കഴിഞ്ഞാൽ ശബ്ദം ഉയർത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകില്ല. കാരണം അവരൊരിക്കലും ഇത് ഹൈലൈറ്റ് ചെയ്യില്ല. അവർക്ക് ആവശ്യമെന്ന് വെച്ചാൽ ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടേതായ ഒരു ഇത് പറഞ്ഞ് മോഹിപ്പിച്ച് അതിലൂടെ ഇലക്ഷനിൽ അവർക്ക് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അഴിമതി ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് വിദേശ ബാങ്കുകളിലേക്ക് ഇട്ടിരിക്കുക. ഈ അവസ്ഥയിൽ നമുക്ക് ജുഡീഷ്യറി സ്ട്രോങ് ആയാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. ജുഡീഷ്യറി സ്ട്രോങ് ആവണമെങ്കിൽ ജുഡീഷ്യറിക്ക് സപ്പോർട്ട് കൊടുക്കുക ജനങ്ങൾ. കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ പോകുന്ന കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിന്റെയും മിനിസ്റ്ററി വിഭാഗത്തെയും അഴിമതിയിൽ മുങ്ങിക്കുളിക്കാൻ അനുവദിക്കുന്നത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പറ്റിക്കൊണ്ട് ഇവർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ പോയതാൽ അവരൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. അതെങ്ങനെയെങ്കിലും നമ്മുടെ ഇലക്ഷനിൽ നമ്മളെ വോട്ട് ചെയ്യിപ്പിച്ച് അത് വിജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒന്നാണ് അഴിമതിക്കാരുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി ശബ്ദം ഉയർത്തണം. ഈ ശബ്ദം ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു അധികാരമുണ്ട്. യജമാനന്മാരാണ് ജനങ്ങൾ. യജമാനന്മാരായ ജനങ്ങൾക്ക് സർവൻസായ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്ററി വിഭാഗത്തിൽ നിയന്ത്രിക്കണമെങ്കിൽ സ്വതന്ത്രവും അതുപോലെ തന്നെ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു കോടതികൾ വേണം. അപ്പോൾ അതിനു വേണ്ടുന്ന ഒരു കോടതികൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പഴയ ബ്രിട്ടീഷ് സിസ്റ്റം തന്നെയാണ് തുടർന്നു പോയത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ ബ്രിട്ടീഷ് സിസ്റ്റം തുടർന്നു വരുമ്പോൾ ഈ അവരിരുന്ന സ്ഥലത്ത് നമ്മുടെ കുറച്ച് ആൾക്കാർ കയറിയിരിക്കുന്നതല്ലാതെ ഒരു പ്രവർത്തനം ഭരണഘടനാപരമായിട്ട് നടക്കുന്നില്ല. 50 ഭരണഘടനാപരമായിട്ട് അംഗീകാരം കിട്ടിയ ശേഷം 75 വർഷത്തോളം കഴിഞ്ഞു. ഇതുവരെയും ഈ ഭരണഘടനയുടെ 39(b)യോ (c)യോ 47, 41 ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സിനോ മിനിസ്റ്ററി വിഭാഗത്തിനോ ജുഡീഷ്യറിക്കോ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടർന്നു പോരുന്നത് ഈ ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതുകൊണ്ട് യജമാനന്മാരായ ജനങ്ങൾ അടിമകളുമായി, അവർ സർവൻസായ ഈ പബ്ലിക് സർവൻസ് യജമാനന്മാരുമായി. അപ്പൊ നമ്മളെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ ഭരിച്ചതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഭരിച്ചോണ്ടിരിക്കും. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ വസ്തുത മനസ്സിലാക്കാതെ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതി തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരിക്കലും നമ്മൾ ഇന്ന് നിലവിലുള്ള വക്കീലന്മാരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് അസോസിയേഷൻ ഉണ്ട്, ബാർ അസോസിയേഷൻ എന്നൊക്കെ പുറകെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവര് ഈ ജുഡീഷ്യറിന്റെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുപോകുന്നത്. അവർ ഏതെങ്കിലും 1-2 വക്കീലന്മാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ സന്നദ്ധ പോകും. അത് മാത്രമല്ല അവർ ആ സിസ്റ്റത്തിൽ നിന്ന് ഔട്ടാവും. അവർക്കൊരു കേസും പിന്നെ കിട്ടില്ല. അതുകൊണ്ട് അവരും ശബ്ദം ഉയർത്തില്ല. അങ്ങനെയുള്ളവരെ കയറ്റി ഇതിന്റെ അകത്ത് ഈ 1 India 1 Pension ആശയത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ഈ ഭരണഘടനാ കോടതിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓർഡേഴ്സ് കൊടുക്കുക. ആർക്കെല്ലാം ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള പിണറായി വിജയൻ, അതുപോലെ തന്നെ മോദിക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 39(b)യും (c)യും 47 നിയമമാക്കി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അത് 75 വർഷമൊന്നും വേണ്ട, നമുക്ക് 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതൊന്നും ഇവർ ചെയ്യാതെ ഇവർ എന്തൊക്കെയോ ഇപ്പൊ മദ്യ നയങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 47 പ്രകാരം ഉള്ള നയങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ആർട്ടിക്കിൾ 47 പറയുന്നത് എന്താണ്? മദ്യം മരുന്നില്ലാതെ ഉപയോഗിക്കരുത്. ഇവർ വീടുവീടാന്തരം ബാറുകളും തുറന്നുകൊണ്ട് ഒരു അതിന്റെ അഴിമതി നടത്തിയുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യേണ്ട ജുഡീഷ്യറി മിണ്ടാതിരിക്കും, കേസ് ചാർജ് ചെയ്യേണ്ട പോലീസ് മിണ്ടാതിരിക്കും. പിന്നെ ആര് ചെയ്യും? ജനങ്ങൾ ഇവർക്ക് ശമ്പളം കൊടുത്തു വെച്ചിട്ട് ഇവരൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യാനാണെങ്കിൽ ഇവരുടെ ആവശ്യം ഇവിടെ ഉണ്ടോ? അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇവരൊന്നും ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നില്ലെന്നും ബ്രിട്ടീഷുകാരുടെ ഡിറ്റോ ആണെന്ന്, ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ കോടതിക്ക് ധൈര്യവും ഞങ്ങൾ രൂപം കൊടുത്തപ്പോൾ 2 വർഷത്തോളമായി അത് സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അവർക്കെല്ലാം ഓർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരും മൗനമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജുഡീഷ്യറി ആണെങ്കിലും പോലീസ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും പഴയ ഈ ബ്രിട്ടീഷ് രീതിയിൽ ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളുടെ പുറകെ പോയി സിന്ദാബാദ് പിടിച്ചിട്ട് നടക്കും.
അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ ആ പ്രയോജനമില്ലാത്ത കാലത്തിന് വേണ്ടി നടന്നു കഴിഞ്ഞാൽ ഇന്ന് നടന്ന ആ പ്രതിഷേധ യോഗമാതിരി ഒന്നും ഒരു അച്ചടക്കമോ അല്ലെങ്കിൽ ഒന്നിനും ഒരു രീതിയിൽ പോകാനോ അവർക്ക് സാധിക്കില്ല. കാരണം അങ്ങനെയാണ് അവരെ രൂപം കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ ലെവലിലാണ് അവർ രൂപം കൊടുത്തിരിക്കുന്നത്. എനിക്കും അധികാരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നാണ് അധികാരത്തിന് വേണ്ടിയുള്ള ഇതാണ്. അപ്പൊ അത് മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു ബ്രിട്ടീഷ് സിസ്റ്റം മാറ്റിക്കൊണ്ട് ഭരണഘടനാ സിസ്റ്റത്തിലേക്ക് വരാൻ ജനങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. വൺ ഇന്ത്യ വൺ പെൻഷൻ ആവശ്യപ്പെടുന്ന 10,000 രൂപ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കെന്ന് പറയുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നിലവിലുള്ള പെൻഷൻ കൊടുക്കുന്നത് അത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാൻ ആ പെൻഷൻ തുക തന്നെ മതിയാവും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും മറ്റുള്ള യജമാന്മാരെ ജനങ്ങളെല്ലാം തുല്യരാണ്. ഇപ്പൊ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് 2-3 ലക്ഷം രൂപ പെൻഷൻ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അത് ഏകദേശം എല്ലാവർക്കും 10,000 രൂപ 60 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമാണ്. ഇവർക്ക് സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ജനങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുക, സന്തോഷത്തിൽ ജീവിക്കുക, സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ള തിയറി രാഷ്ട്രീയക്കാർക്കില്ല. നമ്മളെ പരസ്പരം തമ്മിൽ തല്ലിയ ബ്രിട്ടീഷുകാരുടെ സിസ്റ്റമാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയും. അങ്ങനെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നമ്മൾ അവർ ഭരിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സിസ്റ്റം ഉപയോഗിച്ചാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഭരണത്തിന്റെ അതേ രീതിയിൽ തന്നെ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും ചെല്ലില്ല. നമ്മൾക്കിപ്പോ എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികൾ ചെയ്യുന്നത് എന്താണ്? ഇടതിന്റെയും വലതിന്റെയും കൂടെ കൂടിയിട്ടുണ്ട്. ഇടതും വലതും എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും അവരിൽ വിട്ട് ഭരണം പോകില്ല. അവരെല്ലാവരും അഴിമതിയിൽ ഒന്നിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കൂടിയെങ്കിലേ നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഏതെങ്കിലും ചെറിയ പാർട്ടികൾ രൂപം കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ കൂടെ കൂടിയേക്കണം. അത് തന്നെ ഇപ്പൊ വൺ ഇന്ത്യ വൺ പെൻഷൻ ചെയ്യുന്നത്. അവർക്ക് ഇലക്ഷനെ അല്ല നമ്മൾ ഫേസ് ചെയ്തത്. ഇലക്ഷനിൽ ആരെങ്കിലും ജയിച്ചു വരട്ടെ. ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലി എന്താ? അത് ഭരണഘടനാപരമായ നിയമനിർമ്മാണമാണ്. അത് ചെയ്തില്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ യജമാന്മാരായി ഞങ്ങൾ പ്രാപ്തരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തിന് കയറി അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവർ ഇരിക്കട്ടെ. അവർ കയറി അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അവർ നിയമപരമായിട്ട് ചോദ്യം ചെയ്യണം. അതിപ്പോ നിലവിലുള്ള കോടതികൾക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഭരണഘടനാ കോടതി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിനോട് സഹകരിക്കാൻ തയ്യാറുള്ള ഒരു രംഗത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മാറ്റം ഉണ്ടാകും. കാരണം നമ്മൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ നിയമപരമായിട്ട്. അപ്പൊ നമ്മൾക്ക് ഓർഡർ ഇറക്കി ഇപ്പൊ നമുക്കറിയാം ഭരണഘടനാപരമായി നിയമം നിർമ്മിക്കാതെ പിണറായി വിജയനെ ശിക്ഷിച്ച്, മോദിനെ ശിക്ഷിച്ച്, ഹൈക്കോടതി ജഡ്ജിനെ ശിക്ഷിച്ചിട്ടുണ്ട്, നിരവധി ഒരു വക്കീലിനെ ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും നമ്മളൊരു 8-9 ജഡ്ജ്മെന്റ് തന്നെ പ്രൊണൗൺസ് ചെയ്തു. ഇതിന്റെ കോപ്പിയൊക്കെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയ്ക്കും DGPക്കും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുറ്റവാളികൾക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട അതോറിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രയോജനം വരുള്ളൂ. പക്ഷെ അവർ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ പാനൽ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാനൽ മെമ്പേഴ്സ് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് തീർച്ചയായും CRPC 43-ാം വകുപ്പ് പ്രകാരം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് നമ്മൾ പാനൽ മെമ്പേഴ്സ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഭരണഘടനാ കോടതിക്ക് ബലം വരൂ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പറഞ്ഞ ബ്രിട്ടീഷ് സിസ്റ്റത്തിന്റെ കൂടെ പോയിട്ട് സിന്ദാബാദും വിളിച്ച് സെക്രട്ടേറിയറ്റ് പോയി സിന്ദാബാദും വിളിച്ച് അത് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സമയവും പണവും അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് നഷ്ടപ്പെടുത്താൻ നല്ലാതെ നമ്മുടെ ആ വ്യക്തിത്വമൊക്കെ നഷ്ടപ്പെടുത്താൻ നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഈ ഇഷ്യൂസ് കോടതിയിൽ കൊണ്ടുവന്നിട്ട് കോടതി അത് നടപടി എടുത്തില്ലെങ്കിൽ കോടതിക്ക് ഉത്തരവ് കൊടുക്കാനും അവരെ ശിക്ഷിക്കാനുള്ള അധികാരം ജനങ്ങൾ കൊണ്ടുവന്നേ. അതിനാണ് ഭരണഘടനാ കോടതി സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കാണിച്ചല്ലോ. അവിടെ ഹൈക്കോടതി ജഡ്ജിനെ ശിക്ഷിച്ച്, പിണറായി വിജയനെ ശിക്ഷിച്ച്, മോദിനെ ശിക്ഷിച്ച്, ജഡ്ജ്മെന്റ് ഒക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ശക്തി വേണം. നമുക്ക് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു അണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ മെമ്പേഴ്സ് വേണം. അപ്പൊ അത് തയ്യാറായി രംഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസിയായിട്ട് നടക്കും. നമ്മളിപ്പോ സിദ്ധാമത്ത് വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു ജാഥ നടത്തിയാണെങ്കിലും ഈ രാഷ്ട്രീയക്കാരെ ഉൾക്കൊള്ളുന്ന സംവിധാനത്തിന് ഒരു പേടി ഉണ്ടായില്ല. കാരണം നമ്മളെക്കാൾ വളരെ ശക്തരാണ് അവർ. അവരുടെ സമ്പത്തുണ്ട്, അണികളുണ്ട്, ഗുണ്ടകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഏത് രീതിയിലും അതിന് മറിക്കാൻ സാധിക്കും. അതേസമയം ഒരു കോടതി ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കോടതിയുടെ വാലിഡിറ്റി പറയേണ്ടത് ഇപ്പൊ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കോടതിയാണ് നമ്മുടേത്. ഇപ്പൊ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് കോടതികളാണ്. ബ്രിട്ടീഷ് കോടതികൾക്ക് അവരുടെ ഉത്തരവിനല്ല വില കൊടുക്കേണ്ടത്, ഭരണഘടനാ കോടതിയുടെ ഉത്തരവിനാണ് വില കൊടുക്കേണ്ടത്. അപ്പൊ അത് ജനങ്ങൾ പറയണം അത് അങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു സമൂഹം രംഗത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ ആശയം നടപ്പിൽ വരുന്നത്. അത് വന്നില്ലെങ്കിൽ പോലും ആർട്ടിക്കിൾ 39B-യും C-യും 47 ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ ഇവിടെ ആർക്കും ഒരു പെൻഷനും വേണ്ട, ഒന്നും വേണ്ട, എല്ലാവർക്കും സുഖസമൃദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. ആ വകുപ്പ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ മതി. ആ വകുപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് ഒരു സ്വരം ഉയരണം. അതാണ് വേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും ഭരണഘടനാ കോടതി ശക്തിപ്പെടുത്തുക. ഭരണഘടനാ കോടതിയുടെ പാനൽ മെമ്പേഴ്സ് ആകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.